വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എന്തോ സൗണ്ടിന് പറ്റിയിട്ടുണ്ട്. വി ആർ ബാക്ക് ഹോം. അപ്പം നമ്മുടെ ഡയറ്റിലുള്ള ഫുഡുകൾ എന്തൊക്കെ വേണോ അതെല്ലാം പോയി മേടിക്കണം. ഓൾമോസ്റ്റ് 4 or 5 days ഞാൻ ഇവിടെ തന്നെ കാണും. അപ്പോൾ അതുവരെയുള്ള ഫുഡുകളെല്ലാം മേടിക്കണം. ആൻഡ് എണീറ്റ് വന്നപ്പോഴത്തെ സൗണ്ടിൻ്റെ വ്യത്യാസമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. ബട്ട് ഐ ഫീൽ സംതിങ്. ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറ്റിലുള്ള സാധനങ്ങളെല്ലാം റീസ്റ്റോക്ക് ചെയ്യണം ഫോർ 4 or 5 days. അതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. മുട്ട കിട്ടി, ചിക്കനും കുറച്ച് സാധനങ്ങളും കിട്ടി. ആൻഡ് ദർ ഈസ് വൺ തിങ്, നമുക്ക് ബീഫ് ഇവിടുത്തെ കടയിൽ നിന്ന് അടവാണ്. അപ്പം അത്യാവശ്യം ട്രാവൽ ചെയ്ത് പോയി ബീഫ് മേടിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് തൽക്കാലം 3-4 ദിവസത്തേക്ക് ഇവിടെ വന്നതല്ലേ, അപ്പം പ്രോട്ടീൻ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു കാര്യം. പിന്നെ മൊസറല്ല ചീസ് എൻ്റെ ഡയറ്റിലുണ്ടായിരുന്നു, ആൽമണ്ട്സ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മറ്റൊരു ഫാറ്റ് സോഴ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുറേ പീനട്ട്സാണ് മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. പീനട്ട് ബട്ടറായിട്ടും ഉണ്ടായിരുന്നു, പക്ഷേ അത് പീനട്ട്സ് ആയിട്ട് തന്നെയാണ് മേടിച്ചേക്കുന്നത്, മാക്സിമം നാച്ചുറലായിട്ട് കിട്ടുന്ന രീതിയിൽ. സോ അതാണ് നമ്മുടെ ഡയറ്റിൻ്റെ അപ്ഡേറ്റ്. തിരിച്ച് ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടുള്ള ഡയറ്റിലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് ഐ വിൽ ഗിവ് യു എ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ്, എ പ്രോപ്പർ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ്. മെയിൻ കാർബ് സോഴ്സ് ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ്, ഗുഡ് ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻ, മുട്ടയുണ്ട്, പീനട്ട്സും ഉണ്ട്. പീനട്ട്സിലെ സെക്കൻഡ് ക്വാളിറ്റി പ്രോട്ടീനാണ്, മുട്ടയിലാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഹൈ ക്വാളിറ്റി ആയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഫൈബർ ആൻഡ് അതർ ന്യൂട്രിയൻസിന് വേണ്ടി സം ഗ്രീൻസ്, അഥവാ ഇന്നലെ ഉണ്ടാക്കിയിരുന്ന അവിയലിൻ്റെ ബാക്കി. സോ ദിസ് വിൽ ബി അവർ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് യൂഷ്വലി ഇതിനകത്തൊരു ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന പീനട്ട്സിന് പകരം ഇതിനകത്ത് ആൽമണ്ട്സ് ആയിരിക്കും. നൗ ഇറ്റ്സ് ടൈം ടു മേക്ക് അവർ പ്രീ വർക്കൗട്ട് മീൽ. അപ്പോൾ ഇങ്ങനെ ഓട്സോ കാര്യങ്ങളോ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മ്യൂസ്ലി എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മസ്ലൈസിൻ്റെ സൈറ്റിൽ കിടന്നൊരു സാധനം മേടിച്ചായിരുന്നു. സോ ദിസ് വിൽ ബി അവർ മെയിൻ കാർബ് സോഴ്സ്. പിന്നെ നമുക്ക് കുറച്ച് ഗുഡ് ഫാറ്റ്സ് വേണം. നോർമലി പീനട്ട് ബട്ടറാണ്, ഇവിടെ പീനട്ട് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് വിൽ ബി യൂസിങ് ദ പീനട്ട്സ് ഹിയർ. അപ്പോൾ അത് പീനട്ട് ബട്ടറുമായിട്ട് മാച്ച് ചെയ്തിട്ട് എത്ര ഗ്രാംസ് വരുമോ അതൊന്ന് മാച്ച് ചെയ്യണം. 80 grams ഓഫ് ദിസ്, ഇത് എത്രയാണെന്ന് നോക്കണം. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ആപ്പിൾ കഴുകി വെച്ചിട്ടുണ്ട്, ഇതിനകത്തൊന്ന് ഒരെണ്ണം എടുക്കും. ആ ഒരെണ്ണമാണ് നമുക്ക് 2 types ഓഫ് എനർജി സോഴ്സും ഉണ്ട്. ഒന്ന് സ്ലോ റിലീസ് ആൻഡ് ഫാസ്റ്റ് റിലീസ്. അത് ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കമ്പൈൻ ദം, ഓട്സും എന്തെങ്കിലും ഫ്രൂട്ട് സോഴ്സും, അല്ലെങ്കിൽ റൈസും എന്തെങ്കിലും ഫ്രൂട്ട് സോഴ്സും. സോ ഒരാപ്പിളും ആ ഓട്സും. പിന്നെ ഇതിനകത്തിപ്പോൾ ബാക്കിയെല്ലാമായി പ്രോട്ടീൻ ഒഴികെ. സോ റീസെൻ്റ്ലി മസിൽ പ്ലേസ് ലോഞ്ച് സംതിങ്. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോൾ ഇത് ഫുള്ളായിട്ട് കൊണ്ടുവന്നു. ഇതിനകത്താണ് സപ്ലിമെൻറ്റ്സ് എല്ലാം ഇരിക്കുന്നത്. ഈ സാധനം ഇപ്പോഴും വെയ് തന്നെയാണ് ടോപ്പ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പാലിന് പ്രശ്നമുണ്ട്. വെയ് ഒരു സ്കൂപ്പൊക്കെ എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഈസ്റ്റ് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇച്ചിരിയും കൂടി പെർഫെക്റ്റായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് വെയ്ക്ക് പകരം ഈസ്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം സൈറ്റിൽ ഈസ്റ്റ് കാണാനില്ല. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് അപ്ഡേറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇതിന് തൊട്ട് മുന്നേയുള്ള ഷോട്ട് ഇച്ചിരി ബ്ലറി ആയിട്ടാണ് ഇരിക്കുന്നത്, കാരണം ലെൻസ് ഞാനൊന്ന് തുടയ്ക്കാൻ മറന്നുപോയി. സോ there you go, 10 gram peanuts, 35 gram yeast protein, 80 grams of muesli. ആൻഡ് ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ പറഞ്ഞാൽ വി നീഡ് സം അതർ സോഴ്സ് ഓഫ് കാർബ്സ് ആസ് വെൽ. സോ ഇതിലൊരു ആപ്പിൾ എടുത്ത് സ്ലൈസ് ചെയ്യണം. ഓൾമോസ്റ്റ് 130 to 140 grams ആണ് ഒരു ആപ്പിൾ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ വരുന്നത്. ബട്ട് ലെറ്റ്സ് ചെക്ക്. 180 ഉണ്ട്. സോ അത് മുറിച്ച് വരുമ്പോൾ ഒരു 155 എടുത്ത് വരും. സോ അതും കൂടെ മെഷർ ചെയ്താൽ വി ഹാവ് അവർ പ്രീ വർക്കൗട്ട് റെഡി. ജസ്റ്റ് വെള്ളം ഒഴിച്ചു എന്നല്ലാതെ ഇതിന് ഇളക്കണം. നോർമൽ ചുമ്മാ വെള്ളം ഒഴിച്ചേ ഉള്ളൂ. ഇത്ര സാധനങ്ങൾ ഇട്ട് വെള്ളം ഒഴിച്ചു, ദാറ്റ്സ് ഓൾ. ഇത് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഇതുണ്ടോ, ഇതൊക്കെ ഇനി ഇളക്കിയിടണം ആ പ്രോട്ടീൻ പൗഡറിൻ്റെ അത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മറ്റേ ലാൻഡേൺസ് എന്നും പറഞ്ഞ പുതിയ സീസൺ വന്നായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് കണ്ട് തീർന്നപ്പോഴത്തേക്കും ഗ്രീൻ ലാൻഡേൺ ഒന്നുകൂടെ കാണാമെന്ന് ഓർത്ത് വീണ്ടും ഇട്ടു. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ദിസ് വൺ, വാച്ച് ദിസ് ആൻഡ് പ്രീ വർക്കൗട്ട് എടുത്തിട്ട് ലെറ്റ്സ് ഹെഡ് ടു ദ ജിം. പേരിൽ ക്രിയാമ്പാണെങ്കിലും ദിസ് ഈസ് ദ ഫ്ലേവർ നാറ്റി ബെറീസ്. പ്രാതെക്സ് തന്നെയാണ്. ഞാനങ്ങനെ പ്രീ വർക്കൗട്ട് നേരത്തെ അത് യൂസ് ചെയ്യത്തില്ലായിരുന്നു, പക്ഷേ ഈയിടെ യൂസ് ചെയ്യാൻ നേരം നല്ലൊരു മൈൻഡ് മസിൽ കണക്ഷൻ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. സോ അത് കണ്ടിന്യൂ ചെയ്തു. Yeah boy, let's go gym.
ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ക്രിയാറ്റിൻ എടുക്കുന്നു. ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് റൈസ് കഴിച്ചു. ആ റൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ ടോട്ടൽ 150 ഗ്രാംസാണ് റൈസ് കഴിച്ചത്. 50 ഗ്രാംസ് ഫോർ ഉച്ചയ്ക്ക് ആൻഡ് റിമൈനിങ് 100 ഗ്രാംസ് ഈസ് സപ്പോസ് ടു ബി പോസ്റ്റ് വർക്കൗട്ട് മീൽ. ഇതിൻ്റെ കൂട്ടത്തിൽ സ്റ്റേക്ക് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് കുറച്ചിരിപ്പുണ്ട്. അതായിരിക്കും നമ്മുടെ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് വി സ്റ്റിൽ ഹാവ് എ ബിറ്റ് ഓഫ് പ്രോട്ടീൻ ആൻഡ് മോസ്റ്റ്ലി ഫാറ്റ്സ് ടു ഫിൽ അപ്പ്. കുറച്ച് കാർബും. അപ്പോൾ അതിനനുസരിച്ച് ഇട്ടിരിക്കുന്ന കുറച്ച് കപ്പ, പിന്നെ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കറി ഫുൾ ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ല. ചിക്കൻ പീസസ് ആസ് ചിക്കൻ മീറ്റ് കുക്ക്ഡ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ വന്നു. അപ്പം നമ്മൾ ഡയറ്റ് എങ്ങനെയാണോ എക്സാക്ട്ലി അങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആൻഡ് ഇതുവരെ പറഞ്ഞ വീഡിയോ ഓപ്പൺ ആണെന്ന് സംശയമുണ്ട്. കാരണം ഞാൻ ഇതിനകത്ത് ലെൻസിൽ നോക്കിയാണ് സംസാരിച്ചത്. അവിടെ നോക്കി സംസാരിക്കണോ അതോ ഇങ്ങനെ നോക്കി സംസാരിക്കണോ എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോയോട് മനസ്സിലാകും. തൽക്കാലം ഞാൻ ലെൻസിൽ നോക്കി സംസാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദ സ്മോൾ തിങ്സ്. അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും നമ്മൾ ട്രാക്ക് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സ്മോൾ തിങ്സ് ലോങ് ടൈമിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മൂവിൽ നിങ്ങൾ എന്നാൽ പിന്നെ ബോഡി ബിൽഡ് ചെയ്തേക്കാം. 2-3 ദിവസം ഡയറ്റ് എടുത്തു, ഒരാഴ്ച കൊണ്ട് റിസൾട്ട് വന്നില്ല, സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കുറേ നാളേക്ക് വീണ്ടും വന്നു, ഒരു ദിവസം ഡയറ്റ് എടുത്തു, 2 ദിവസം ഡയറ്റ് എടുത്തു, പിറ്റേ ദിവസം തൊട്ട് വെയിറ്റ് നോക്കുമ്പോൾ ചേഞ്ച് വരുന്നില്ല, അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. അവിടെയാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡയറ്റ് ചിലപ്പോൾ മോശമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട് വർക്ക് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ലോങ് ടൈമിൽ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് അതങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്താൽ നത്തിങ്സ് ഗോയിങ് ടു വർക്ക്. സോ ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ.